കഴിഞ്ഞ ദിവസം നമ്മുടെ ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ ശക്തമായിട്ട് അപലപിച്ചുകൊണ്ട് 10-70-ലധികം രാജ്യങ്ങൾ രംഗത്ത് വന്നു. ഈ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയില്ല. ഈ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, ചൈന ഉണ്ടായിരുന്നു, റഷ്യ ഉണ്ടായിരുന്നു, ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളും ഉണ്ടായിരുന്നു, ഇന്തോനേഷ്യ ഉണ്ട്, ശ്രീലങ്കയുണ്ട്, നേപ്പാളുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളടക്കമുണ്ട്. പക്ഷേ ഇന്ത്യയില്ല. അതുപോലെ ഇന്ത്യക്കെതിരായിട്ടുള്ള യാതൊരു നീക്കങ്ങളെയും ഇസ്രയേലും പിന്തുണയ്ക്കാറില്ല ഒരു ഘട്ടത്തിലും. ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ സീക്രട്ട് ആയിട്ടുള്ള ഒരു അലയൻസ് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന നിരവധി ഇസ്രായേൽ പൗരന്മാരുണ്ട്, എക്സ്പേർട്സ് ഉണ്ട് ലോകത്ത്. ഇന്ത്യ ഇസ്രയേൽ രഹസ്യ ധാരണകൾ പല വിഷയങ്ങളിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള റിലേഷനിൽ അമേരിക്ക ഒരു ഫാക്ടറി അല്ല എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ അത്ര ഊഷ്മളമായ രീതിയിലല്ല ഇപ്പോൾ. എന്തൊക്കെ പറഞ്ഞാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ട്രംപ് ഗവൺമെന്റുമായിട്ട് ഇന്ത്യക്കുണ്ട്. എന്നാൽ ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് ഇസ്രയേലിനെതിരായിട്ടുള്ള ഒരു നീക്കത്തെയും ഇന്ത്യ പിന്തുണയ്ക്കില്ല. പൊതുവെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി അനുസരിച്ച് ഇത്തരം വിഷയങ്ങളിൽ ഇന്ത്യ ഇടപെടാറില്ല. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി തന്നെ എല്ലാവരുമായും സഹകരിക്കുക എന്നതാണ്. എല്ലാവരുമായും സഹകരിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു സ്പേസ് ആവശ്യമാണ്. നമുക്കൊരാളെ ഒരേ സമയം വെറുപ്പിച്ചുകൊണ്ട് സഹകരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു വശത്ത് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുകയും മറുവശത്ത് നമുക്ക് സുഹൃത്തുക്കളാകാമെന്ന് പറയുകയും ചെയ്യുന്നത് വർക്ക് ചെയ്യില്ല. അങ്ങനത്തെ ഒരു റിലേഷൻ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിച്ചാൽ അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇസ്രയേലിനെതിരായിട്ടുള്ള ഒരു പ്രമേയത്തെയും ഒരു നീക്കങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. പലരും വിശ്വസിക്കുന്നത് ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഒരു രഹസ്യ ധാരണ അല്ലെങ്കിൽ ഒരു സീക്രട്ട് അലയൻസ് ഉണ്ട് എന്നാണ്. ഇത് സംബന്ധിക്കുന്ന നിരവധി വീഡിയോകൾ, ലേഖനങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലും ഇന്റർനെറ്റിലുമൊക്കെ ഇന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമുണ്ടോ? ഒരു കാര്യം നമുക്കിവിടെ അടിവരയിട്ട് പറയാൻ പറ്റും. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളുടെ പട്ടിക നമ്മൾ എടുത്താൽ നിലവിൽ ഒരു 3 രാജ്യങ്ങൾ, പെട്ടെന്നൊരു 3 രാജ്യങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും റഷ്യയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇസ്രായേൽ ഉണ്ട്. ഈ 3 രാജ്യങ്ങൾ കഴിഞ്ഞിട്ടേ ഇന്ന് നമുക്ക് മറ്റേതൊരു രാജ്യത്തിന്റെയും പേര് പറയാൻ പറ്റൂ. ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള വിശ്വസ്തരായ 10 സുഹൃത്തുക്കൾ എടുത്താൽ അതിൽ ആദ്യത്തെ 5 പേരിൽ ഒരാൾ ഇസ്രായേൽ ആണെങ്കിൽ ആദ്യ 10-ൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒരു സ്ഥാനമുണ്ടോ എന്ന് സംശയമാണ്. അപ്പൊ ആ നിലയ്ക്കാണ് ഈ റിലേഷൻസിനെ നമ്മൾ കാണേണ്ടത്. അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം അമേരിക്കൻ രാഷ്ട്രീയത്തിലും അമേരിക്കയുടെ സാമ്പത്തിക മേഖലകളിലും ജൂതന്മാർക്കും ഇസ്രയേൽ അനുകൂലികൾക്കും വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരിക്കലും ഇസ്രയേലിനെ തള്ളി പറയാൻ പറ്റില്ല. എല്ലാ കാലവും അമേരിക്ക ഇസ്രയേലിന്റെ കൂടെ നിൽക്കും. അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ളതുപോലെ തന്നെ മറ്റൊരു രീതിയിലൊരു ബന്ധമാണ് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ളത്. 2 പുരാതനമായ സിവിലൈസേഷൻസ് എന്ന നിലയിലും പരസ്പരം പോരടിച്ചിട്ടില്ല എന്നുള്ള നിലയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പല ഘട്ടങ്ങളിലും സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലയിലുമാണ് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം. ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ എത്രയോ മേഖലകളിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു രാജ്യത്തിനെ ഇന്ത്യക്ക് എന്തായാലും തള്ളി പറയാൻ പറ്റില്ല. അതോടെ ആ ബന്ധം അല്ലെങ്കിൽ ആ സഹകരണം തീരും. ഉദാഹരണത്തിന് മിസൈൽ സാങ്കേതിക വിദ്യ. ഇന്ത്യ, ഇസ്രയേൽ ഈ 2 രാജ്യങ്ങളും ചേർന്നിട്ട് ബരാക് 8 എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ മികച്ചൊരു മിസൈലാണിത്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്ന്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഇസ്രയേലിന്റെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇസ്രയേലുമായിട്ടുള്ള സൗഹൃദം ആവശ്യമാണ്. ഇസ്രയേലിനും അവരുടെ സേഫ്റ്റിക്ക്, അവരുടെ സുരക്ഷയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ഇമ്പോർട്ടന്റ് ആണ്. യുദ്ധങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയെ സഹായിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ. 1962 ചൈനീസ് യുദ്ധത്തിലും 65-ലെയും 71-ലെയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിലും ഇന്ത്യക്ക് നിരവധി വിവരങ്ങളും ആയുധങ്ങളും കൈമാറി സഹായിച്ചിട്ടുള്ള രാജ്യമാണ് ഇസ്രയേൽ. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുഹൃത്തല്ലേ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വന്ന ലേസർ ഗൈഡഡ് മിസൈലുകളും സാറ്റലൈറ്റ് ചിത്രങ്ങളും നൽകി സഹായിച്ചത് ഇസ്രയേലാണ്. അന്നൊന്നും നമ്മുടെ ഇന്ത്യ ഇത്രത്തോളം എല്ലാ മേഖലയിലും ഡെവലപ്ഡ് അല്ല. പ്രത്യേകിച്ച് സാറ്റലൈറ്റിന്റെ ഇമേജുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ സാറ്റലൈറ്റുകളുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, അതുപോലെ ലേസർ ഗൈഡഡ് ബോംബുകളുടെ കാര്യത്തിലൊക്കെ. അതുപോലെ തന്നെ കൃഷിയുടെ കാര്യത്തിലും മറ്റ് സാങ്കേതിക വിദ്യാ മേഖലകളിലുമൊക്കെ ഇസ്രയേൽ ഇന്ത്യയുടെ വലിയ പങ്കാളിയാണ്. കാർഷിക മേഖല, ജലസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ. ഇതിനു പുറമെ തീവ്രവാദത്തിനെതിരായിട്ട് ഇന്ത്യയോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. കാരണം തീവ്രവാദം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയെ തകർക്കാനായിട്ട് പാകിസ്ഥാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളികൾ ഓൾറെഡി പാകിസ്ഥാൻ, ചൈന, ഒരു പരിധിവരെ തുർക്കി, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ നമുക്കും ഡീപ്പായിട്ടുള്ള സൗഹൃദങ്ങൾ ആവശ്യമാണ്. അതിലൊന്ന് ഓൾറെഡി നമുക്ക് റഷ്യയുമായിട്ടുണ്ട്.
ഫ്രാൻസുമായിട്ട് നമ്മൾ സമീപകാലത്ത് ഒരു സവിശേഷ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെയാണ് നമുക്ക് ഇസ്രായേൽ. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ രഹസ്യധാരണകൾ മറ്റെന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ട് പുരാതനമായ സിവിലൈസേഷൻസ് എന്ന നിലയിലും പരസ്പരം പല ഘട്ടങ്ങളിലും സഹായിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങൾ എന്ന നിലയിലും ഇന്ത്യക്കും ഇസ്രായേലിനും ഇടയിൽ ഉണ്ടാകാം. നമ്മൾ പിന്നെ ഇവിടെ പലരും ഇസ്രായേലിനെ ഒരു വില്ലനായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കാറുള്ളത്. അത് ഇസ്രായേൽ ഹമാസ് ഇഷ്യൂവിന്റെ പേരിൽ അല്ലെങ്കിൽ പലസ്തീൻ ഇഷ്യൂവിന്റെ പേരിലൊക്കെയാണ്. ഇസ്രായേൽ പൂർണ്ണമായിട്ട് എല്ലാം ശരിയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകളും തെറ്റുകളും ഒക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ ലോകം വളരെ വലുതാണ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളായിട്ട് കാണാനൊന്നും പറ്റില്ല. അങ്ങനെ നിങ്ങൾ കാണാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നിമിഷം പോലും സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും നമ്മുടെ ഈ ലോകത്ത് അതിക്രൂരമായ അതിദാരുണമായ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകാം. ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ ഏതെങ്കിലും തരത്തിൽ അപകടത്തിലോ പ്രതിസന്ധിയിലോ ആണ്. ലോകത്തിന്റെ ഏതൊക്കെയോ കോണുകളിൽ ആരൊക്കെയോ ഈ നിമിഷം പീഡിപ്പിക്കപ്പെടുകയാണ്, ആരൊക്കെയോ ആക്രമിക്കപ്പെടുകയാണ്, കൊല ചെയ്യപ്പെടുകയാണ്. ഓരോ സെക്കൻഡിലും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ അതോർത്ത് വിഷമിക്കാനാണെങ്കിൽ അതിനല്ലേ സമയം ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ കാര്യം പോലും നമുക്ക് എടുക്കാം. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ ഓരോ സ്റ്റേറ്റിലും എന്തെല്ലാം സംഭവങ്ങളാണ് ദിവസവും നടക്കുന്നത്. നമ്മളത് ബോധർ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഓരോ ഇൻസിഡന്റും നമ്മൾ എടുത്തു വെച്ച് വിഷമിക്കാനും പ്രതിഷേധിക്കാനും തുടങ്ങിയാൽ നമ്മുടെ ജീവിതം ജീവിക്കാൻ നമുക്ക് സമയം ഉണ്ടാവാത്ത അത്ര പ്രശ്നങ്ങൾ ഈ ലോകത്തുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് മരണപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു മുൻ മുഖ്യമന്ത്രിയോ അങ്ങനെ ആരെങ്കിലും വളരെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ നമ്മൾ 3 ദിവസത്തെ ദുഃഖാചരണം നടത്തും, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാൻ പോകും, വൈകാരികമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അർജുൻ്റെ കേസൊക്കെ എല്ലാവർക്കും അറിയാം. ഒരാൾ പെട്ടെന്ന് അപകടത്തിൽപ്പെടുകയാണ്, അയാളെ ഓർത്ത് നമ്മൾ വിഷമിക്കും, അയാളുടെ ഫാമിലി ഓർത്ത് നമ്മൾ വിഷമിക്കും, ദുഃഖിക്കും, അല്ലേ? ഇത് അങ്ങ് ഉത്തർപ്രദേശിൽ നടക്കാറുണ്ട്, ഇത് ഉത്തരാഖണ്ഡിൽ നടക്കാറുണ്ട്. ഹിമാചൽ പ്രദേശിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട വളരെ നല്ലവനായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് മരണപ്പെട്ടു. നമ്മൾ കേരളത്തിൽ ദുഃഖാചരണം നടത്തുമോ? നമ്മൾ അദ്ദേഹത്തെ ഓർത്ത് ഇവിടെ എല്ലാവരും അങ്ങ് വിഷമിക്കുമോ, സങ്കടപ്പെടുവോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അപകട മരണം നടന്നു, നാട്ടുകാർക്ക് പ്രിയപ്പെട്ട ഒരാൾ, ഉദാഹരണത്തിന് ഉത്തർപ്രദേശ് എടുക്കാം, നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ട വളരെ നല്ലൊരു മനുഷ്യൻ മരണപ്പെട്ടു. ഇവിടെ ദുഃഖാചരണം നടത്തൂ? ഇവിടെ ആരെങ്കിലും ഇരുന്ന് കരയോ? ഇല്ല. നമ്മുടെ സ്വന്തം രാജ്യമാണ്, ഇന്ത്യയിൽ നടന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അതിനുള്ള സമയമില്ല, അല്ലേ? അങ്ങനെ കരയാൻ തുടങ്ങിയാൽ ആ കരഞ്ഞുകൊണ്ടിരിക്കാൻ രാവിലെ തൊട്ട് രാത്രി വരെ കരയണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു പത്രം എടുത്ത് വായിച്ചാൽ മതി. അത്രയും സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളുടെ പേരിൽ നമ്മൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ പേരിൽ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ, ഇതുപോലെ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. UAE-യുമായിട്ട് നമുക്ക് സൗഹൃദം ഉണ്ടാക്കാൻ പറ്റുമോ? ആഫ്രിക്കയിൽ നടക്കുന്ന പല ആക്രമണങ്ങളിലും ഒരു വശത്ത് UAE ആണ്, പല രാജ്യങ്ങളിലും, സുഡാനിലടക്കം പലയിടങ്ങളിലും. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ പല വിഷയങ്ങളിലും ഒരു വശത്ത് ഈ സൗദി ഉണ്ട്, അല്ലെങ്കിൽ ഒരു വശത്ത് UAE ഉണ്ട്. പല പല ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളും ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ഭാഗമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ സുഹൃത്താണ് റഷ്യ. യുക്രൈനിൽ എത്രയോ മനുഷ്യരെ കൊല ചെയ്ത ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ സുഹൃത്താണ് അമേരിക്ക. നമുക്ക് അമേരിക്കയും പറയാം. കോടിക്കണക്കിന് മനുഷ്യരെ കൊല ചെയ്തിട്ടുള്ള ചരിത്രമുണ്ട് അവർക്ക്. എത്രയോ യുദ്ധങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരുടെ ജീവനെടുത്തവരല്ലേ. അവരോടൊക്കെ നമുക്ക് എങ്ങനെയാണ് പിന്നെ സഹകരിക്കാൻ കഴിയുക? ഒരു രാജ്യത്തോടും സഹകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ മറ്റു മനുഷ്യരെ കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുന്നു എന്നതിന്റെ പേരിലാണെങ്കിലും നമുക്ക് ഇസ്രായേലിനോട് മാത്രമല്ല, നമുക്ക് ഈ പറയുന്ന ഇറാനോട് സഹകരിക്കാൻ പറ്റില്ല. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ ആളുകൾ കൊല്ലപ്പെടുന്നില്ലേ? ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകൾ നടത്തിയ ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടില്ലേ? തങ്ങളുടെ രാജ്യത്ത് പ്രതിഷേധിച്ച മനുഷ്യരെ അതിദാരുണമായിട്ട് ഇറാൻ കൊലപ്പെടുത്തിയിട്ടില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യത്തെ നമുക്ക് എങ്ങനെയെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്? ഇറാൻ എന്ത് ചെയ്യുന്നു എന്നതിലുപരി നമ്മുടെ രാജ്യത്തോട് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. നമ്മളുമായിട്ട് സൗഹൃദമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇസ്രായേലിന്റെയും കാര്യത്തിൽ. നമ്മളുമായിട്ട് സൗഹൃദമാണ്, മറ്റുള്ളവരുടെ അടുത്ത് അവരെങ്ങനെയാണെന്ന് നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആരുമായിട്ടും സൗഹൃദം ഉണ്ടാക്കാൻ പറ്റില്ല ഈ ലോകത്ത്. കാരണം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. റഷ്യയുടെ കാര്യം ഞാൻ അതാണ് ഉദാഹരണം പറഞ്ഞത്. യുക്രൈനിലെ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ലേ? അങ്ങനെ ഒരു രാജ്യവുമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് എങ്ങനെ സഹകരിക്കാൻ പറ്റും? യുക്രൈനെ റഷ്യ എന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ട് കയറി ആക്രമിച്ചതാണല്ലോ, നാറ്റോയിൽ മെമ്പർ ആകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അധിനിവേശ ശക്തിയുമായിട്ട് ഇന്ത്യക്ക് സഹകരിക്കാൻ പറ്റുമോ? പറ്റില്ല അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇവിടെ അതല്ല, നമ്മുടെ രാജ്യവുമായിട്ട് ഈ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഇസ്രായേൽ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇസ്രായേലിനെതിരായിട്ട് ഈ 70-ലധികം രാജ്യങ്ങളടക്കം കൊണ്ടുവന്ന പ്രമേയത്തിൽ നമ്മൾ ഒരിക്കലും അതിന്റെ ഭാഗമാവില്ല. നമുക്ക് ഇസ്രായേലിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇന്ത്യ നയതന്ത്ര ചാനലുകൾ വഴി നേരിട്ട് പറയും. ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം തെറ്റായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് അത് പറയാൻ വഴികളുണ്ട്. ഇസ്രായേലുമായിട്ട് ഇന്ത്യക്ക് ആ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ അത് ഇസ്രായേലിനെ അറിയിക്കും. സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യരുത് എന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള ഒരു സ്വാധീനം ഇന്ന് ഇന്ത്യക്കുണ്ട്. അത് ഇറാനോടുമുണ്ട്,
അത് ഇസ്രയേലിനോടുമുണ്ട്, അത് അമേരിക്കയോടുമുണ്ട്, അത് ഈ പറയുന്ന റഷ്യയോടുമുണ്ട്, എന്തിന് ചൈനയോട് പോലും ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പവറായിട്ട് ലോകത്ത് നിലനിൽക്കുന്നത്. ഒരു കാര്യം ഏറെക്കുറെ ശരിയാണ്, ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ സവിശേഷമായ ഒരു ബന്ധമുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സീക്രട്ട് അലയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയാൻ കഴിയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.